ദേ ടാർ റോഡ് ഫ്രണ്ടേജ്, ആ കടയുടെ ഫ്രണ്ട് ബസ് സ്റ്റോപ്പാണ്. അവിടെയാണ് ദേ ഈ കാണുന്ന വിദേശത്ത് സെറ്റിലായ ഫാമിലിയുടെ വെറും 2 വർഷം മാത്രം പഴക്കമുള്ള ഫുൾ ഫർണിഷ്ഡ് വീട്. അതും വെറും പകുതി വിലക്ക് കൊടുക്കണേണ്ട. കണ്ട മുറ്റത്തൊരു 2-3 വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യുക. ഫുൾ ഫർണിച്ചർ എടുക്കണം. ദേ ഈ കിടക്കണ ബെൻസും കൊടുക്കാനുള്ളതാണ്. ഫാൻസി നമ്പർ ഒരു ബെൻസും. ഇതിൻ്റെ ഡീറ്റെയിൽ ലാസ്റ്റ് പറയാം. അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കാതിരിക്കരുത്. അതുപോലെ തന്നെ എന്നെ വിളിച്ചിട്ട് കിട്ടില്ലെന്ന് ഒരുപാട് പരാതിയാണ്. കാരണം നല്ല തിരക്കാണ്. ഇപ്പോഴേക്ക് ഇഷ്ടംപോലെ കസ്റ്റമറും കാര്യങ്ങളൊക്കെ ഉള്ള കാരണമേ ചിലപ്പോൾ മീറ്റിങ്ങിലൊക്കെ ഫോൺ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തെ കാഴ്ചയിലാണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഫുൾ ഫർണിച്ചർ അടക്കമാണ് ഈ വീടിൻ്റെ സെയില്. കാരണം അവർ ഓൾറെഡി വിദേശ സെറ്റിലായ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഈ വീട് ഇങ്ങനെ പൂട്ടിയിട്ടുണ്ട് പോകാൻ പറ്റില്ല, വാടകയ്ക്കും കൊടുക്കാൻ പറ്റില്ല. ഇത് വാങ്ങിക്കണവൻ വൻ ലാഭമാണ്. കാരണം എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ഒന്നും വാങ്ങിക്കണ്ട. ഇവർ ഇൻറ്റീരിയലൊക്കെ ചെയ്തേക്കണം അതുപോലെയാണ്. ഇവർ മുടക്കിയതിൻ്റെ പകുതി കാശ് മാത്രം ചോദിക്കണല്ലോ. അതുപോലത്തെ ഒരു വീട്. ഇത് കണ്ട ഡൈനിങ് ഏരിയ എല്ലാവരും ഇൻറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കാ ഇൻറ്റീരിയലാണ്. നിങ്ങൾ താമസിക്കുക, നിങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നാൽ മതി. ദേ ഇവിടെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാനൊക്കെ ആയിട്ടാണ് അവരുപയോഗിക്കണം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതാണ് ഇതിൻ്റെ വാഷ് കൗണ്ടർ ഏരിയ. സെൻസർ ഉള്ളതാണ് ഗ്ലാസ്സിന്. ദേ കോമൺ ബാത്റൂം. 4 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ഞാനെല്ലാം ഒരേന്നായിട്ട് കാണിച്ചു തരാം. ഈ വീടിൻ്റെ കിച്ചൺ ഇതാണ് മെയിൻ കിച്ചൺ വരുന്നത്. നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഗ്രാൻഡ് ഒരു കിച്ചൺ. എല്ലാ സൗകര്യവും ഉണ്ടെന്നുള്ളത്. ഇനി പുറത്തൊരു വർക്കിംഗ് സ്പേസ് വേറെ കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ? ഇവിടെ നല്ലൊരു വർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളും എല്ലാവരും തുണിയൊക്കെ അലക്കി ഉണക്കാനിടാനുള്ളൊരു സ്പേസാണത് വീടിൻ്റെ ബാക്കിൽ തന്നെ. അപ്പോൾ മഴ പെയ്താലൊന്നും കുഴപ്പമില്ല. ഇതാണ് ഈ വീടിൻ്റെ മെയിൻ ബെഡ്റൂം കേട്ടോ. ബെഡ്റൂമൊക്കെ നിങ്ങൾ നോക്കിക്കോട്ടാ. എല്ലാം നല്ല രീതിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ളൊരു ഡ്രസ്സിങ് കബോർഡ്. ഇത് ഡ്രസ്സിങ് ഏരിയ. തൊട്ടപ്പുറത്ത് തന്നെ ബാത്റൂം. എന്താ ബാത്റൂം വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും കൊടുത്ത് രണ്ടായിട്ടാണ് ചെയ്തേക്കണം. കണ്ട ഈ കിടക്കണ സെറ്റിൻ്റെയൊക്കെ കണ്ട കവറും കൂടിയും പൊളിച്ച് കളഞ്ഞിട്ടുള്ളതെന്നുള്ളതാണ്. ഇവിടെ വേറൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ആവശ്യത്തിന് വലിപ്പമുള്ളൊരു ഹാളാണ്ടത്. കണ്ട അതിൻ്റെയൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ് കണ്ട ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കണതാണ്. അല്ല വെറും 2 വർഷം മാത്രം പഴക്കമുള്ള ഈ വീടിന്. ഇവരിത് കൊടുക്കണമെന്ന് വെച്ചാൽ അവർ വിദേശത്ത് സെറ്റിൽ ചെയ്യണം. പിന്നെ ഇവിടെ നോക്കാനൊന്നും ആളില്ല. അത് കാരണം കൊടുക്കണം. ദേ ഫസ്റ്റ് ബെഡ്റൂം മുകളിലത്തെ ഫ്ലോറിലാണ്. എല്ലാവരും ഇൻറ്റീരിയൽ വർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എന്താ പറയണം, നല്ല ലുക്ക് ഇൻറ്റീരിയൽ വർക്കാണ് ഇനി ചെയ്തേക്കണം. കണ്ടോ ഇതിനിവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അത് ഡ്രസ്സിങ് ഏരിയയിലോട്ടുള്ള ഡോറാണത്. ഇവിടെയാണ് ഡ്രസ്സിങ് കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം. ഇത് തൊട്ടിപ്പുറത്ത് ബാത്റൂം. എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലാണ്. കാരണം സ്വന്തം ആവശ്യത്തിന് നിർമ്മിക്കുന്ന വീടിൻ്റെ ഒരു ക്വാളിറ്റി ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതിൻ്റെ കബോർഡൊക്കെ ഉണ്ട്. അതിൻ്റെ വാഷ് കൗണ്ടർ ഏരിയയൊക്കെ എല്ലാവരും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാത്തിനുള്ള സ്പേസ് ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ഈ വീടിൻ്റെ ലൊക്കേഷൻ തന്നെ ആലുവ ഇടയപ്പുറം ഉണ്ടാ. അത് റോഡ് സൈഡ് തന്നെ. അതിൻ്റെ ബാൽക്കണിയാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഏരിയ നിങ്ങൾക്കറിയാലോ, നല്ല പോഷ് ഏരിയയാണത്. എല്ലാം വലിയ വലിയ വീടുകളും കാര്യങ്ങളൊക്കെയാണ്. ഇത് 5.25 സെൻറ്റ് സ്ഥലവും 2800 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുള്ള വീട്. അതിൽ 3 അറ്റാച്ച്ഡ്. അപ്പോൾ ഈ വീടിന് ചോദിക്കണ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,35,00,000 രൂപയാണ്. ഈ വീടിന് തന്നെ അതിൽ കൂടുതൽ പൈസ ആയിട്ടുണ്ട്. ഇത്രയും ഫർണിച്ചറും കാര്യങ്ങളെല്ലാം കൂടി ആയപ്പോൾ. അപ്പോൾ അവരിപ്പോൾ ഇത് 1,35,00,000 കൊടുക്കാൻ വേണ്ടി പിന്നെ എന്തെങ്കിലും ചെറുതായിട്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ നേരിട്ട് സംസാരിച്ചോളൂ. ഇതല്ല രണ്ടാമത്തെ ബെഡ്റൂം.
അതിൻ്റെ ബാത്റൂം അങ്ങനെ ഫുൾ സൈസ് മിററൊക്കെയാണ് വെച്ചേക്കണം. കാരണം എല്ലാം ഒരേ വീട് പണിയുമ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെട്ടോ, വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ ഇട്ടോളാം. 4ാമത്തെ ബെഡ്റൂം, മുകളിലത്തെ ഫ്ലോറിൽ 3 ബെഡ്റൂമാണുള്ളത്, താഴത്ത് ഒരെണ്ണോ. കാരണം താഴത്ത് അത്ര സ്പേസ് കൊടുത്തേക്കണാറോ, താഴത്ത് 1 ബെഡ്റൂമേ ഉള്ളൂ. ഇത് മുകളിലോട്ട് കയറാനാണ്, നമുക്ക് സോളാറും കാര്യങ്ങളൊക്കെ കണ്ട, തൊട്ടടുത്ത വീടുകളൊക്കെ കണ്ട. ഇവിടെ എല്ലാവരും നല്ല ഗ്രാൻഡ് ഏരിയ, നിങ്ങൾ വന്ന് കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ് ഞാൻ പറഞ്ഞ ബെൻസ് കൊടുക്കാണ്ടെന്ന് പറഞ്ഞാൽ. ഇത് 2017-18 മോഡലാണ്. ഇപ്പോൾ മാർക്കറ്റ് വില ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടാ. കമ്പനി സർവീസാണ്, ബെൻസ് സർവീസാണ്. 95,000 കിലോമീറ്ററോളം ഓടിയേക്കണം. ഒരു 32 ലക്ഷമാണ് ചോദിക്കണം.